Hello, good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Good morning once again. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടുകാരൊക്കെ വരാനുണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് അവർ ക്ലാസ്സസ് ബിഗിൻസ് അറ്റ് 10:30. 10:25 മുതൽ ഇവിടെ ടീച്ചേഴ്സ് പറഞ്ഞിരിക്കേണ്ടാവും മിക്കവാറും. പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വളരെ കുറവ് പിള്ളേരാണ്. ബിഗിനിങ് ഓഫ് ദ ക്ലാസ്സിൽ ഉണ്ടാകുക എന്നാണ് ടീച്ചേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നോട്. അപ്പൊ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ആളുകൾ ബിറ്റ്വീൻ 10:35-ന് 45-ന് 50-ക്കൊക്കെ പിള്ളേർ കയറുന്നുണ്ട്. സോ അതായത് നമ്മളുടെ ക്ലാസ്സുകൾ അത്രയും നേരം വരെ ഡിലേ ആക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സോ ഷാർപ്പ് 10:30-ക്ക് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ. ഒത്തിരി ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ അങ്ങനെ പറയാറുണ്ട്, നമ്മൾ സമയത്തിന് ജോയിൻ ചെയ്യുക. ടീച്ചേഴ്സ് ഇവിടെ എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് മുമ്പേ ഓൾറെഡി ഇവിടെ എല്ലാവരെയും അവരവരുടെ ക്ലാസ് റൂമുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ പിന്നെ വെറുതെ ഇരിക്കുകയല്ലോ. അത് ഒപ്പണാക്കാൻ നിങ്ങൾ ജോയിൻ ചെയ്യാത്തതിന് താമസം കൊണ്ടായിരിക്കാം മിക്കവാറും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലേറ്റ് ആകുക. നമ്മളുടെ ഭാഗം കൂടി നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് പോവുക. ഇതൊക്കെ തുടക്കം പറയും. ഓക്കെ, ഈ പറഞ്ഞ പോലെ തുടക്കം ഉള്ളവർ മാത്രമേ അത് എല്ലാ ദിവസവും കേൾക്കുന്നുള്ളൂ, സ്ഥിരമായിട്ട് കേൾക്കുന്നുള്ളൂ. ലേറ്റ് ആയിട്ട് വരുന്നവർ ഇതൊന്നും കേൾക്കില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കട്ടെ ടീച്ചർ അപ്പോഴേക്കും കയറാമെന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്. പക്ഷെ ആ രീതി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ കാണുക. ഓക്കെ, എന്താ പറഞ്ഞത്? എന്തോ കാര്യം പറഞ്ഞല്ലോ, ഒന്ന് പറയാമോ? ഞാൻ കാര്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ക്ലിക്ക് ചെയ്യാതിരുന്നതാണ്. എന്താണെന്ന് ഗൂഗിൾ ക്ലാസ് റൂമില് ക്ലാസ് കിട്ടുന്നില്ലെന്നോ, നോട്ട്സ് കിട്ടുന്നില്ലെന്നോ? നമുക്ക് എന്തോ പറഞ്ഞല്ലോ അവിടെ, വേഗം പറയോ. ഇവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടില്ല, പറഞ്ഞോളൂ. ഹോസ്പിറ്റലിന്റെ മൊഡ്യൂൾസ് സൗണ്ട് ഓഫ് ചെയ്തിട്ടില്ല, പറയേ. മൊഡ്യൂൾസ് ഇല്ലെന്നോ? ഐ തിങ്ക് നിങ്ങൾ പറയുന്നത് സിലബസോ? വേണ്ടി ലീവ് ഇറ്റ്. അപ്പൊ നോക്കാം. അപ്പൊ നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താ പഠിച്ചത്? ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താ? അഞ്ജു സെബാസ്റ്റ്യൻ, ക്യാൻ യു സേ എവിടെയാണ് നമ്മൾ നിർത്തിയതെന്ന് പറയാമോ? ഏത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് ENT വരെ പറഞ്ഞു. വെരി ഗുഡ്. ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് ഹാവ് യു റിട്ടൺ യുവർ നോട്ട്സ്? അതിനകത്ത് നമ്മൾ കുറച്ച് നോട്ടുള്ളൂ. അതായത് ENT സർജനെ നമ്മൾ വിളിക്കുന്ന പേര് ഓട്ടോലറിംഗോളജിസ്റ്റ് ആണെന്ന് എഴുതി വെച്ചായിരുന്നോ? നോട്ട്സ് എന്തെങ്കിലും എഴുതിയോ ആ ഒരു ഭാഗത്ത്? നെക്ക് ലംബും അതുപോലെ തന്നെ ഓട്ടോലറിംഗോളജിസ്റ്റ്, അത് രണ്ട് മാത്രമേ എഴുതാനുള്ളൂ. അത് റൈറ്റ് ചെയ്ത നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ബുക്കില്? യെസ്. അപ്പൊ നമ്മൾ നേരെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് എനിക്ക് പോകാൻ വേണ്ടിയിട്ടാ. അപ്പൊ അവിടെ ഇനി ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല. ബിക്കോസ് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ടൊക്കെ പറഞ്ഞൊന്നും എല്ലാവർക്കും മനസ്സിലായി പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ENT വരെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അതിൽ ഫർദർ ഇനി ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യം എനിക്ക് ഇല്ല എന്നാണ് തോന്നുന്നത്, അല്ലെ? ENT സർജനെ നമ്മൾ എന്ത് വിളിക്കും? നിഖിൽ ഒന്ന് പറയാമോ? വാട്ട് വി കോൾ ദ ENT സർജൻ? ഒരു പേര് പറയുമല്ലോ. നിഖിൽ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നിഖിൽ പറയുന്ന ഉണ്ട്. പറഞ്ഞോ നിഖിൽ. ഹലോ, പറഞ്ഞോളൂ, കേക്കണ്ട്. ENT സർജനെ വാട്ട് വി കോൾ ദം എന്താ വിളിക്കാം? നിഖിൽ പറയുന്നുണ്ടോ? ഇവിടെ കേൾക്കണ്ട്. ഹലോ കേട്ടു. പറയാമോ? ഓക്കെ, എന്തോ കാര്യമായിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അശ്വതി പറയാമോ? അശ്വതി പറയൂ, എന്താണ് ENT? ഓട്ടോലാരിംഗോളജിസ്റ്റ്. വെരി ഗുഡ്. ഓട്ടോലാരിംഗോളജിസ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്തായാലും നിഖില് റിപ്ലൈ തന്നു, പക്ഷെ ഞങ്ങൾക്കത് കേൾക്കണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
റിയാക്ട് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അവിടെ വരേക്ക് എടുത്തു. നമ്മൾ പറഞ്ഞു ENT-യിലും ഒരുപാട് ഡിഫറെന്റ് സർവീസസ്, അതായത് വെറൈറ്റി എയിൽമെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഉണ്ടാകുന്ന ഇയർ നോസ് ത്രോട്ട് ഡിസീസസ് എന്താ പറയാ ക്യൂർ ചെയ്യുന്നുണ്ട്. നെക്ക് ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. നെക്ക് ലംസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കഴുത്തിന്റെ ഭാഗത്തോ ഉണ്ടാകുന്ന നെക്കിന്റെ ഭാഗത്ത് ഒരു ലിംഫ് ഉണ്ട്. ലിംഫ് അതിങ്ങനെ എൻലാർജ് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ബാക്ടീരിയ മൂലമായിരിക്കാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസിന്റെ മൂലമായിരിക്കാം, സംടൈംസ് ഇറ്റ് മേ ബി ക്യാൻസറസ് ആയിട്ടുള്ള രീതിയിലുള്ള എൻലാർജ്മെന്റ് ആയിരിക്കാം. അപ്പൊ ഈ ഒരു ലിംഫിൽ ഉണ്ടാകുന്ന ഒരു എൻലാർജ്മെന്റ്, ഒരു വളർച്ച, ഒരു വികസനം, അത് എന്താ പറയാ ഇവിടെയാണ് ക്യൂർ ചെയ്യുന്നത്. ക്യാൻസേഴ്സ് അറ്റ് ദ പാർട്ട് ഓഫ് അവർ ഹെഡ് ആൻഡ് നെക്കിന്റെ, കഴുത്തിന്റെയും അതുപോലെ തലയുടെയും ഭാഗത്ത് ഉണ്ടാകുന്ന ചില ക്യാൻസേഴ്സും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് 2 പ്രാവശ്യം ഒന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം. ടിയർ ഡക്ട് പ്രോബ്ലം നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഓക്കെ, കുഴപ്പമില്ല എനിക്ക്. അപ്പൊ എന്താണ് ടിയർ ഡക്ട് പ്രോബ്ലം? നമ്മൾ കണ്ണിന്റെ ഒരു റിഫ്ലക്ഷൻ, അതായത് കണ്ണ് അതിനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രതികരിക്കുന്നത് കണ്ണുനീർ പൊഴിച്ചിട്ടാണ്, ഷെഡിങ് ഓഫ് ടിയേഴ്സ് ആണ്. സോ ഇൻ സം പീപ്പിൾ ദ ഷെഡിങ് ഓഫ് ടിയേഴ്സ് കനോട്ട് ബി മെയ്ഡ്. അതായത് ചിലവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരില്ല. അത് പല ഡിസീസസിന്റെ ഒരു കാര്യമായിരിക്കാം. സോ ആ ഡക്റ്റില്, ആ ഒരു കണ്ണുനീര് വരേണ്ട ആ ഒരു ഡക്ട് ഓപ്പണിങ്ങില് ഒരു തരം സ്റ്റെറൈൽ വാട്ടർ പുഷ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഫ്ലഷ് ചെയ്തിട്ട് ആ ഒരു പാത്വേ ക്ലിയർ ചെയ്ത് കണ്ണുനീരിനെ ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറുകളൊക്കെ നമുക്ക് ENT-യിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാലൻസിങ് ഡിസോർഡേഴ്സ്, ഇയർ ബാലൻസ് പ്രോബ്ലംസ് ആണ് ഉദ്ദേശിച്ചത്. ഹിയറിംഗ് ഡിസോർഡേഴ്സ്, അതും നമ്മുടെ ENT-യിലാണ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ക്യൂർ ചെയ്യുന്നത്, ഹീൽ ചെയ്യുന്നത്. സ്നോറിംഗ് പ്രോബ്ലംസ് ഉണ്ട്. കൂർക്കം വലി നമുക്ക് തന്നെ ചിലപ്പോൾ പ്രശ്നമായിട്ട് തോന്നില്ല, പക്ഷെ അടുത്ത് കിടക്കുന്നവർക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കാം. സോ നമ്മൾ അപ്പോഴൊക്കെ അതൊന്ന് വേണ്ട, അല്ലെങ്കിൽ ഇല്ലാതാക്കണമെങ്കിലും മെനി ടൈപ്പ് ഓഫ് എന്താ പറയാ ഹീലിംഗ് മെത്തേഡ്സ് ഇവിടെ ENT-യിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ENT അലർജി പ്രോബ്ലംസ് ക്യൂർ ചെയ്യുന്നുണ്ട്. സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, നമ്മുടെ മുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രന്ഥിയുണ്ട്, അതിന് ചില ഡിഫക്റ്റുകൾ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം ഡൈജഷനിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ സലൈവ, ഉമിനീര് അല്ലെ. അപ്പൊ അത് ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ, അത്തരം ഗ്ലാൻഡിന് എന്തെങ്കിലും ഡിസീസസ് സംഭവിച്ചാൽ അത് ആ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ ഇറ്റ് വിൽ അഫക്ട് അവർ ഡൈജഷൻ പ്രോസസ്, നമ്മുടെ ദഹന പ്രക്രിയയെ ചിലപ്പോൾ അത് കാര്യമായി ബാധിച്ചേക്കാം. സോ അത്തരം പ്രോബ്ലംസ്, പിന്നെ എന്താ പറയാ വോയിസ് ഡിസോർഡേഴ്സ്, സൗണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഒക്കെ നമുക്ക് ENT-യിലാണ് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ വരെയാണ് നമ്മൾ ഇത്രയും ദിവസങ്ങൾ ENT വരെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോകുകയാണ്. എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ് ടു അവർ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോക്രൈനോളജി അന്തസ്രാവി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരവയവമല്ല എന്ന് മനസ്സിലാക്കിക്കോണം. ഒരു സിസ്റ്റം, അതായത് ഒരു കംപ്രൈസസ് ഓഫ് മെനി ഓർഗൻസ്, ഒരുപാട് ഓർഗനുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഒരു സിസ്റ്റം അല്ലെ. ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നത് പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ദെൻ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന എൻഡോക്രൈനോളജി സിസ്റ്റത്തിലാണ് ക്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ മൊത്തം ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യാം, നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് pancreas, thyroid, parathyroid, hypothalamus, pineal, pituitary glands, adrenal glands, and also ovaries and testes. അല്ലെ, ഓവറീസ് ടെസ്റ്റിസ് ഒക്കെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതിന് വരുന്ന ഇത്തരം എന്താ പറയുക ഓർഗൻസിലൊക്കെ ഉണ്ടാകുന്ന ഡിസീസസ് ക്യൂർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ഹോർമോൺസ്. അതായത് നമുക്ക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പല ഗ്രന്ഥികളുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി ആ ഹോർമോണുകൾക്ക് ഉൽപാദനങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ചില ഹോർമോൺസ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എല്ലാ തരത്തിലുള്ള ഹോർമോൺസും പല തരത്തിലുള്ള എന്താ പറയാ പല എൻസൈമുകളൊക്കെ
പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇഫ് ദർ ഈസ് നോട്ട് സഫീഷ്യന്റ്, ആ ഒരു ഹോർമോൺസിന്റെ അളവില് ഒക്കെ ആവശ്യത്തിന് അളവുകൾ ഇല്ല എങ്കിൽ അത് പ്രോബ്ലംസ് ആയിട്ട് തിരിയും അല്ലെ, പ്രശ്നങ്ങളാകും. അപ്പൊ അത്തരം ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വന്നാലും നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് അതിന്റെ ചികിത്സയുള്ളത്. ആൻഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ക്ലോസ്ലി വർക്കിംഗ് ടു, ഇത് ഏതാണ്ട് പറയാ നമ്മുടെ ഓങ്കോളജി, പിന്നെ സർജറി, ഒബ്സ്റ്റട്രിക്സ് ഇല്ലേ നമ്മുടെ എന്താ പറയാ പ്രഗ്നൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സർജറീസ് ഒക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒഫ്താൽമോളജി, അതും ഈ കണ്ണിന്റെ ആവുമ്പോൾ പല ഗ്രന്ഥികളുമായിട്ട് ബന്ധിപ്പിച്ചതാണ് കണ്ണിന്റെ ഒക്കെ. അപ്പൊ ഈ ഗ്രന്ഥികളൊക്കെ ഉള്ളിടത്തൊക്കെ നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ്ലി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലാന്ന് മനസ്സിലായോ? അതായത് ഗ്രന്ഥികളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയൊക്കെ ഡിസീസസ് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒഫ്താൽമോളജിയോട് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒഫ്താൽമോളജിയോട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓങ്കോളജി റിലേറ്റഡ് ആയിട്ട് പല ഗ്രന്ഥികളിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസേഴ്സും മറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഗ്രന്ഥികളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരം ഒബ്സ്റ്റട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട സർജറീസ്, അപ്പോഴും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ്, ഒത്തിരി, അതായത് മൾട്ടി ഡിസിപ്ലിനറി എന്ന വാക്കാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒത്തിരി പ്രോബ്ലംസ്, അത് കൂടാതെയും കുറെ പ്രോബ്ലംസ് ഇതുമായിട്ട് എൻഡോക്രൈനോളജി സിസ്റ്റത്തില് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ക്യൂർ ചെയ്യുന്നുണ്ട്. സച്ച് ദാറ്റ് എന്തൊക്കെയാണ് ഡയബറ്റീസ് പ്രോബ്ലംസ്, ഡയബറ്റീസ് എന്താ ഷുഗർ പ്രോബ്ലംസ് അല്ലെ, ഷുഗറിന്റെ അളവ് കൂടുതലാകുക കുറവാകുക, ഇതൊക്കെ പ്രശ്നം. ആവറേജ് ലെവലിൽ എല്ലാ സാധനവും നമ്മുടെ ശരീരത്തിൽ വേണം അല്ലെ. ഷുഗർ ആണെങ്കിലും ഒരു ആവറേജ് കണ്ടന്റ് അതിന് വേണം. അതിന്റെ അബവ് പോയാലും ബിലോ പോയാലും പ്രശ്നമാണ്. പ്രഷർ, ഷുഗർ കൂടി അല്ലെങ്കിൽ പ്രഷർ കൂടി, തൈറോയ്ഡ് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത്തരം പ്രോബ്ലംസ്. പിന്നെ എന്താ ന്യൂട്രീഷൻ സംബന്ധമായ പ്രോബ്ലംസ്, ന്യൂട്രീഷൻ അല്ലെ, എന്താ പറയാ ത്തിന്റെ ഒരു കൂടുതലും കുറവും ഉണ്ടായാലും പ്രശ്നമാകും. പിന്നെ ഓസ്റ്റിയോപോറോസിസ് ആണ്, അത് കാൽഷ്യം സംബന്ധമായ ഡിസീസസ് ആണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ ബോൺസ്. ബോൺ എല്ല് അസ്ഥിക്ഷയം ഒക്കെ, അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. കാൽഷ്യത്തിന്റെ കുറവുകൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം. പിന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, അതായത് അന്തസ്രാവിക വ്യവസ്ഥയിൽ തന്നെ ഈ എന്താ പറയാ ലൈംഗികപരമായിട്ടുള്ള അതിന്റെ അത്തരം ഗ്ലാൻഡുകൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങള്, ലൈംഗികപരമായിട്ടുള്ള ഗ്രന്ഥികൾ, അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രന്ഥികളാണ് പിറ്റ്യൂട്ടറി ഗൊണാഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, അബ്നോർമാലിറ്റീസ്, ട്രാൻസ്ജെൻഡർ ഇന്റർ സെക്സ് മെഡിസിൻസ്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡറിൽ നിന്നും മറ്റൊരു ജെൻഡറിലേക്ക് മാറ്റുമ്പോൾ അതിന് ഒത്തിരി നമുക്കറിയാലോ, അതിന്റെ അവയവങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വേണ്ടി വരും. സോ ചില ട്രാൻസ്പ്ലാന്റേഷൻസോ അല്ലെങ്കിൽ ചില എന്താ പറയാ ഇതുപോലെയുള്ള ഗ്ലാൻഡുകളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരണം. കാരണം ഹോർമോൺസിന്റെ അളവിൽ മാറ്റം വരുമല്ലോ, പുരുഷൻ സ്ത്രീ ആകുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷനായാലും മാറുമ്പോഴൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല ഈ വർക്ക് കൂടി വേണ്ടിയിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനും അതുപോലെ തന്നെ ഇന്റർസെക്സ് മെഡിസിൻസ്, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻസും. അപ്പൊ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ആണ് എൻഡോക്രൈനോളജി സിസ്റ്റത്തില് ഹീൽ ചെയ്യപ്പെടുന്നത്. ഒത്തിരി ഉണ്ട്. അപ്പൊ ആ പേരുകളൊക്കെ ഓർത്തിരിക്കണം, ഏതൊക്കെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് നമ്മുടെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. ഡയബറ്റീസ് ഉണ്ട്, ന്യൂട്രീഷൻ ഡിസോർഡേഴ്സ് ഉണ്ട്, ഓസ്റ്റിയോപോറോസിസ് ദാറ്റ് ഈസ് കാൽഷ്യം ഡിസോർഡേഴ്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ബോൺസ് കേട്ടോ, അസ്ഥി. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, ഇന്റർസെക്സ് മെഡിസിൻസ് ആൻഡ് ട്രാൻസ്ജെൻഡർ മെഡിസിൻസ്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ. അത് ഇതൊക്കെയാണെന്നൊന്ന് പേരുകൾ ഓർത്തിരുന്നാൽ മാത്രം മതി. പിന്നെ നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, അത് എന്താണ്, ഏതെല്ലാം കൂടി കളക്റ്റീവ്ലി ഈസ് നോൺ ആസ് എൻഡോക്രൈൻ സിസ്റ്റം. എല്ലാത്തിനും കൂടി ഒരു ഒറ്റ പേരാ. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ മൊത്തത്തില് ഈ അവയവങ്ങളൊക്കെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചേരുമ്പോഴാണ് എൻഡോക്രൈൻ സിസ്റ്റം ആകുള്ളൂ. അന്തസ്രാവി വ്യവസ്ഥ ആയി മാറണമെങ്കിൽ ഈ പറയുന്നതെല്ലാം ഏതൊക്കെയാ, പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, ഹൈപ്പോതലാമസ്, പൈനിയൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദെൻ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്, ഇതെല്ലാം ചേരുമ്പോഴാണ് അതെന്തായി മാറുക, എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെ എന്ന് ചോദിക്കാം. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, മെഡിസിൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു എൻഡോക്രൈൻ സിസ്റ്റം. പിന്നെ എന്തൊക്കെ
ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ക്ലോസ്ലി വർക്കിംഗ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ്? ഒഫ്താൽമോളജി, ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജറി ഫോർ ഒബ്സ്റ്റട്രിക്സ്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ്. പിന്നെ എന്തൊക്കെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അല്ലെങ്കിൽ മെഡിക്കൽ പ്രോബ്ലംസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് പറഞ്ഞു. ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറസിസ്, കാൽഷ്യം ഡിസോർഡേഴ്സ്, പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ. ഇതൊക്കെ എന്താണ്? മറ്റേ തൈറോയിഡ് ഒക്കെ അറിയാലോ അല്ലെ? തൈറോയിഡ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണം. അത് എന്താ പറയാ, ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. ഇനി അത് കൂടുതലോ കുറവോ ഒക്കെ ആകും, അപ്പോഴാണ് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുക. പിന്നെ പാരാതൈറോയിഡ് എന്താണ്? നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഓവൽ ഷേപ്പിൽ 2 പെയർസ്, 2 പെയറുകൾ വേറെ ഉണ്ട്. അതാണ് പാരാതൈറോയിഡ്, ആ ഗ്രന്ഥിയുടെ ഒപ്പം തന്നെ ഉള്ളത്. അപ്പൊ അവിടുത്തെ പ്രോബ്ലംസ്. പിന്നെ എന്താ പറയാ, പൈനിയൽ ഗ്രന്ഥികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്. പൈനിയൽ എന്താണ്? പൈനിയൽ എന്ന് പറയുന്നത്, അതായത് പീനിയൽ എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളുടെ എന്താ പറയാ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലേ? രാവിലെ എഴുന്നേറ്റ് നമ്മൾ രാവിലെ തുടങ്ങി എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ഒരു ഓർഡറിൽ യൂഷ്വലി റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില്ലേ? ഹാബിച്വൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ. ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്ലാൻസ് അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻസ്, എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ അതിലുണ്ടാകുന്ന ഡിഫക്റ്റുകൾ. ഹൈപ്പോതലാമസ്. വാട്ട് ഈസ് ഹൈപ്പോതലാമസ്? ഇസ് ദ മേജർ ഓറെങ്കിൽ ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് ബ്രെയിൻ അല്ലെ? നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നമ്മളുടെ എന്താ പറയാ വിശപ്പ്, ഹങ്കർ, പിന്നെ എന്താ പറയാ നമ്മളുടെ ടെമ്പറേച്ചർ ഓഫ് അവർ ബോഡി, വാട്ടർ ലെവൽ ഓഫ് അവർ ബോഡി, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. നമുക്ക് വിശപ്പ് തോന്നുന്നത്, വിശപ്പില്ലായ്മ തോന്നുന്നത്, ഇതൊക്കെ ഇതിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഹൈപ്പോതലാമസ് ഒക്കെ മെയിൻലി 5 പാർട്സ് ആണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ എഴുതി തരാം. പിന്നെ അഡ്രിനൽ, അന്തസ്രാവി വ്യവസ്ഥകൾ, പിറ്റ്യൂട്ടറി ഓർ പീയൂഷ് ഗ്ലാൻഡ്. പീയൂഷ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ പറയാ ഓൾസോ നോൺ ആസ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് കൂടി ഇതിന് പേരുണ്ട് കേട്ടോ. ഒരു പൈറവത്തിന്റെ ഷേപ്പിലൊക്കെ ഉള്ള ഒരു ഗ്ലാൻഡ് ആണ്. അതൊരു പീയൂഷ് ഗ്ലാൻഡ് എന്നും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. ബോത്ത് ആർ സെയിം, രണ്ടും തന്നെ. ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് പുരുഷന്റെയും സ്ത്രീകളുടെയും ഒരു ലൈംഗിക അവയവങ്ങളാണ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റമായി മാറുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം ബാധിക്കുന്ന അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു മെഡിസിൻ ആണ് നമ്മുടെ എൻഡോക്രൈനോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന. ക്ലോസ്ലി അത് ഏതുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒഫ്താൽമോളജി, സർജിക്കൽ ഓങ്കോളജി, സർജറി ഓബ്സ്റ്റട്രിക്സ്, ട്രാൻസ്പ്ലാന്റേഷൻ, മറക്കരുത് ഇതൊന്നും. പിന്നെ എന്തൊക്കെ മൾട്ടി ഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് കൂടി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ എന്താ പറയാ മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ട്രാൻസ്പ്ലാന്റേഷൻ, intersex medicine and transgender medicines, thyroid disorders, pituitary gonad adrenal disorders and osteoporosis. ഇതൊക്കെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായോ എന്താണ് എൻഡോക്രൈനോളജി എന്ന്? കിട്ടിയോ? ക്ലിയർ ആണോ നോക്ക് എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ നോട്ട് ലാസ്റ്റ് തരാം കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് ഓരോരോ ഗ്ലാൻഡ് ഒക്കെ ചിലതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇപ്പൊ പൈനിയൽ പറഞ്ഞല്ലോ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടാണെന്നും മേജർ പാർട്ടാണെന്നും പിന്നെ മാത്രമല്ല അത് നമ്മുടെ ഹങ്കർ, വിശപ്പൊക്കെ തോന്നൂലേ നമുക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വിശപ്പ്, അത് ഇതിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ആ പ്രവർത്തനം അതാണത് അറിയണേ. നമ്മുടെ വിശപ്പിനെയൊക്കെ അറിയുന്നത് എന്താ പറയാ നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ നമ്മളോട് പറയും എന്തെങ്കിലും കഴിക്കുന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഇങ്ങനെ പാസ് ചെയ്യും. പല കാര്യങ്ങളും ഇപ്പൊ നമ്മള് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ ബ്രെയിനിനകത്ത് ഒരുപാട് ഈ പറയുന്ന പാർട്സുകൾ ഓരോന്നിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ നമ്മളുടെ പല സാധനങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് അല്ലെ, ഓരോന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മളിപ്പോ റോഡിൽ കൂടി നടക്കുന്നു, എതിരെ ഒരു ബസ് വരികയാണ്, നമ്മളിപ്പോ മെയിൻ റോഡിൽ കൂടിയാണ് നടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി വരുമ്പോ കുറച്ചൊന്ന് മാറി കൊടുക്കും അല്ലെ. വണ്ടിയുടെ വഴിക്ക് പൊക്കോട്ടെ, ഞാൻ മാറണ്ട, എനിക്ക് അതിന് ആ ഒരു ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ബസ് വരുന്നത് കാണുമ്പോ എനിക്കൊന്നും കൂടി ഒന്ന് സൈഡിലേക്ക് ഒതുങ്ങിയാൽ ആ ബസ്സിന് മര്യാദയ്ക്ക് പോകാം, എന്റെ മേത്ത് തട്ടാതെ പോകാം എന്നുള്ള ആ ഒരു അറിവ്, ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ബ്രെയിൻ പാസ് ചെയ്യും. യു ഹാവ് ടു മൂവ് ടു ദ പാത്ത്, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറൂ എന്നൊരു ഇൻഫോർമേഷൻ നമുക്ക് തരുന്നു. സോ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് എവിടേക്ക് എത്തും? നമ്മുടെ കാലിലേക്ക് എത്തും. അപ്പോഴാണ് നമ്മുടെ കാല് അങ്ങോട്ട് നീങ്ങിപ്പോണം. അല്ലാണ്ട് നമ്മൾ പറയുന്നത് കാല് നീങ്ങൂ, ഞാൻ മാറി കൊടുക്കൂ, ബസ് പോട്ടെ എന്ന് നമ്മളല്ലല്ലോ പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് ആ ഒരു ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ ബ്രെയിൻ പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മളുടെ കാലുകളിലേക്കാണ് അത് വരുന്നത്.
അപ്പൊ അത് കാല് പതുക്കെ നീങ്ങുന്നു അല്ലെ. അങ്ങനെയൊക്കെ ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതിന് ഓരോ ഇൻഫോർമേഷൻസ് അവിടെ പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമ്മൾ എഴുതൂ എന്ന് പറയുമ്പോൾ അത് ഒരു എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അത് പേന നമ്മളെ കൊണ്ട് എടുപ്പിക്കാനും അത് വെച്ചിട്ട് നമ്മൾ എഴുതാനും ഒക്കെ ഒരു ഇൻഫോർമേഷൻ ആണ് പാസ് ചെയ്യുക. ആൻഡ് വി ആർ വർക്കിംഗ് അക്കോർഡിംഗ് ടു ദാറ്റ് ഇൻഫോർമേഷൻസ് വിച്ച് ഈസ് പാസ്ഡ്. നമുക്ക് ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന ആ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇതിലൊക്കെ തകരാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പല 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ് എന്താ പറയാ ആക്ടിവിറ്റീസ് എല്ലാം ക്ലിയർ ആയിട്ട് നടക്കുക. അപ്പൊ ബ്രെയിനിന്റെ ഈ പറയുന്ന ഹൈപ്പോതലാമസ് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ വിശപ്പ് തോന്നില്ല, വിശപ്പില്ല, അല്ലെങ്കിൽ വിശപ്പിനെ കുറിച്ച് ഒരു ബോധർ ചെയ്യുന്നില്ല, വാട്ടർ ലെവല് കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും ഹാവ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻസ് ടു ഡു. അതിന് പെർഫോം ചെയ്യേണ്ട ഓരോ ആക്ടിവിറ്റീസും ഫങ്ഷൻസും ഉണ്ട്. അതൊക്കെ കൃത്യമായ രീതിയിൽ നടക്കുന്ന ഒരു വലിയ മെഷീനാണ് നമ്മൾ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബോഡി. ഒരുപാട് ചെറിയ ചെറിയ പാർട്സുകൾ ഒക്കെ ശക്തിയായ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി അതെന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് നടന്നു പോകുമ്പോഴാണ് മനുഷ്യനാകുക അല്ലെ. മനുഷ്യന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ശരിയായ ഒരു ആവറേജ് ഒരു അസുഖങ്ങളും ഇല്ലാത്ത ഹെൽത്തി പേഴ്സൺ ആയി മാറുക. അവിടെ എന്തെങ്കിലും താളക്രമങ്ങൾ വരുമ്പോഴാണ്, ഇതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ താളം തെറ്റുമ്പോൾ നമ്മൾ ഒരു അൺഹെൽത്തി പേഴ്സൺ ആയിട്ട് മാറും. അത് ഏത് ഓർഗനിലായിക്കോട്ടെ. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് നോൺ ആസ് ജെറിയാട്രിക്സ്. അടുത്തത് നമ്മളുടെ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹിയർ ദ ഡോക്ടേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് വിത്ത് പ്രൊവൈഡിംഗ് ജെറിയാട്രിക് മെഡിസിൻസ് ഹു ആർ എ പാർട്ട് ഓഫ്, അതായത് എൽഡർലി പീപ്പിൾ അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് എൽഡർലി പീപ്പിളിന് കൊടുക്കേണ്ട കുറെ ട്രീറ്റ്മെന്റുകൾ ഉണ്ട് അല്ലെ. അതായത് നമുക്കറിയാം വയസ്സാകുമ്പോൾ നമുക്ക് ഒത്തിരി രോഗങ്ങൾ നമ്മളിലേക്ക് വരും. അറ്റത്തേക്ക് വയസ്സായി മാറുമ്പോഴല്ല, ഒരു പ്രായം കഴിയുമ്പോൾ തുടങ്ങി നമ്മളിലേക്ക് പതുക്കെ ചില അസുഖങ്ങൾ വരും അല്ലെ. അതിലൊരു ഉദാഹരണം നടുവേദന, കുറച്ചൊക്കെ ഏജ്, അത് സ്ത്രീകൾക്ക് പെട്ടെന്ന് അധികം വരിക. അത് പല പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസ് അല്ലെ. നമ്മൾ പറഞ്ഞു വിമൻ ബോഡി എന്ന് പറയുന്നത് യൂണിക് ചേഞ്ചസിന് വിധേയമാണ്. അതുകൊണ്ടാണ് ഈ ചേഞ്ചസിൽ ഉണ്ടാകുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസിലും അവർക്ക് കിട്ടുന്ന പല രീതിയിലുള്ള മാറ്റങ്ങൾ. അത് മെനോപോസ് തുടങ്ങി മെനാർക്ക് തുടങ്ങി മെനോപോസ് വരെ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇൻ ബിറ്റ്വീൻ ഡെലിവറി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഡെലിവറിയിൽ കൊടുക്കുന്ന ചില നോർമൽ ഡെലിവറി അല്ലാത്തത് കൊണ്ട് അവർക്ക് എന്താ പറയാ സിസേറിയനും മറ്റൊക്കെ വരുമ്പോ അതിന് കിട്ടുന്ന ഇഞ്ചക്ഷൻസ്, ഒത്തിരി സൈഡ് എഫക്റ്റുകളൊക്കെ അതിനൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ കാണപ്പെടുന്നത് ഏറ്റവും ആദ്യം പ്രകടമാകുന്നത് വയസ്സായി എന്ന് കാണിക്കുന്നത് കൂടുതലും വിമൻ തന്നെയാണ്, സ്ത്രീകൾക്കാണ്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പുരുഷന്മാരിൽ അത്തരം എന്താ പറയുക ഓൾഡ് ഏജ് ആയി എന്നുള്ള ഒരു ഫീലിംഗും അവരുടെ ശാരീരികമായിട്ട് അവർക്ക് തോന്നുള്ളൂ. അപ്പൊ ഇത്തരം പിന്നെ തന്നെയല്ല ഒരുപാട് ജോലികൾ അവരെക്കാൾ കൂടുതൽ അല്ലെ ചെയ്യുന്നുണ്ട്. കട്ടിയായിട്ടുള്ളതല്ല എങ്കിലും മൂവ്മെന്റിലൂടെ ഒത്തിരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാകാം മെനി പ്രോബ്ലംസ്. അപ്പൊ ഒരു 10-70 വയസ്സൊക്കെ കഴിയുമ്പോൾ തുടങ്ങി മെനി ഇൽനെസ്, ഒത്തിരി അസുഖങ്ങൾ നമ്മളുടെ ശരീരത്തെ പിടികൂടും. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. സോ വാട്ട് ആർ ദാറ്റ് വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ്. അപ്പൊ അതെങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലുള്ള പ്രധാനമായിട്ടും കോമൺ ആയിട്ടുള്ള ഇത്തരം അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് എടുത്തു പറയുന്നുണ്ട് ജെറിയാട്രിക്സ് വിഭാഗത്തില്. സ്ട്രോക്ക് അല്ലെ. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോക്ക് അതായത് നമ്മളുടെ എന്താ പറയാ ഒരു തരം, അതായത് നമ്മളിപ്പോ പ്രഷറൊക്കെ കൂടി അല്ലെങ്കിൽ ഹൈ ആയിട്ട് അതൊക്കെ തലയൊക്കെ കടച്ചു കയറി ഒരു വശമൊക്കെ തളർന്നു പോവുക അല്ലെ. ചിലര് അതില് അങ്ങനെ തന്നെ ആയിട്ട് പിന്നെ കോമ സ്റ്റേജിലേക്കൊക്കെ പോകും, അങ്ങനെയൊക്കെ വരും. സ്ട്രോക്ക് നമ്മൾ സാധാരണ കേൾക്കുന്ന അസുഖമാണ് ഗ്യാസ്ട്രോ എൻട്രോളജി. എന്താ ഗ്യാസ്ട്രോ എൻട്രോളജി? അതായത് നമ്മുടെ സ്റ്റൊമക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡൈജഷൻസ് ഒന്നും ശരിയായ രീതിയിൽ ചിലപ്പോൾ നടക്കില്ല. പ്രായാധിക്യം കൊണ്ടേ ഡൈജഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും. ഡയബറ്റീസ് ഉണ്ടാകും, അതും വയസ്സായവരെ പിടികൂടുന്ന ഒരു കോമൺ ആയിട്ടുള്ള അസുഖമാണ്. ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, മൂവ്മെന്റ് പ്രോബ്ലംസ് ആണ്. അതായത് നമുക്ക് ശരിയായ രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ചു നേരം നടക്കുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ വേദന, കാലുകളും കൈകളും ഒക്കെ മൂവ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്, ഈ സ്റ്റിഫ് ആകും. നമ്മളിപ്പോ ഒത്തിരി ഫ്ലെക്സിബിൾ ആയിട്ട് വിരലുകളൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ആക്കാൻ പറ്റും.
അല്ലെ, കൈയും കാലും ഒക്കെ ഒന്ന് പൊക്കാനും താഴ്ത്താനും എങ്ങോട്ടേക്ക് വേണമെങ്കിലും ബോഡിയൊക്കെ ഒന്ന് തിരിക്കാനൊക്കെ ഈസി ആയിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കാം. പക്ഷേ ഡ്യൂ ടു ഓൾഡ് ഏജ്, കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ കൈയൊന്നും ആവശ്യത്തിന് പോകില്ല. അപ്പൊ അത് ഇത്ര എനിക്ക് കൈ പൊക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഇഷ്ടംപോലെ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പറയുന്നതാണ്, എനിക്ക് അധികം നേരം നടക്കാൻ പറ്റില്ല, ഇരിക്കണം, എപ്പോഴും എവിടെയെങ്കിലും കിടക്കണം. അതൊക്കെ അവരുടെ ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് ആണ്. അങ്ങോട്ട് നടക്കുമ്പോഴോ നമ്മള് ചിലപ്പോൾ അവരെയൊക്കെ അവർക്ക് പിന്നെ എപ്പോഴെപ്പോഴൊക്കെ കിടന്നാലിങ്ങനെ കുറച്ചൊക്കെ നടക്കുക. പക്ഷെ ഇറ്റ് ഈസ് ദർ ഇൽ ഹെൽത്ത്. അവർക്കത് പറ്റാത്തവരുടെ ആ ഒരു കണ്ടീഷൻ, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും നമുക്കത് മനസ്സിലാകുക. ഓക്കെ, അവർക്ക് നടക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരുടെ വയസ്സായതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങളാണ് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. ഓക്കെ, ദെൻ സിങ്കോപ്പ് ആണ്. സിങ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഫെയിൻറ്റ്നെസ് ആണ്, അതായത് ഗിഡിനെസ് ആണ്, തല ചുറ്റി വീഴുക. അത് ഈ ഓക്സിജൻ ശരിയായ രീതിയിൽ നമ്മളുടെ ബ്രെയിനിലേക്കൊക്കെ ബ്ലഡ് മുഖേനൊക്കെ എത്താത്തത് കൊണ്ട് അതങ്ങനെ അതും ഒരു സ്ലോ മൂവിങ് ആയിരിക്കും. അതുകൊണ്ട് ശരിയായ ഓക്സിജൻ പാസേജ് ഇല്ലാത്തത് കൊണ്ടും ഉണ്ടാകുന്ന തലകറക്കം, അതൊക്കെ ഓൾഡ് ഏജ് കൊണ്ട് ഉണ്ടാകുന്നതാണ് സിങ്കോപ്പ്. ബോൺ ഡിസീസസ്, അസ്ഥി ബലക്കുറവ്, അസ്ഥിക്ഷയം, അല്ലെങ്കിൽ ബോൺ സംബന്ധമായിട്ടുള്ള തേയ്മാനങ്ങൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ എൽഡർലി പീപ്പിളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജെറിയാട്രിക്സിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. അപ്പൊ എന്താണ് ജെറിയാട്രിക്സ് എന്ന് നോക്കാം. വെൽ എക്വിപ്ഡ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ടു എൽഡർലി പീപ്പിൾ. വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള, ഇതിനകത്ത് കൂടി നമ്മൾ പറയുമ്പോ ഈ ഒരു വിഭാഗത്തിലില്ലേ ഇന്ന് ഹോസ്പിറ്റൽസിൽ എന്താ പറയാ കുറെ വേറെ എക്സ്ട്രാ സർവീസസ് കൂടി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിൽ ഭയങ്കര വയസ്സായ ആൾക്കാരൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വയ്യായി വന്നിട്ട് ചില ആളുകൾക്ക് ഒത്തിരി പ്രായമായിട്ടുമുണ്ട്. പക്ഷെ എന്താ പറയാ അവർക്ക് ഭയങ്കര അസ്വസ്ഥതകളുണ്ട്, നല്ല രോഗമാണ് എന്ന് വെച്ചാൽ ചിലപ്പോ നമ്മളിന്ന് അറിയുന്നില്ല, ഓർക്കുന്നില്ല, ഓർമ്മക്കുറവിന്റെ അസുഖം എല്ലാം ഉണ്ട്. ചിലപ്പോ ബെഡ് റിട്ടേൺ ആണ്, ഫുള്ളി കംപ്ലീറ്റ്ലി ബെഡ് റിട്ടേൺ ആണ്, ഒന്നും ചെയ്യാൻ സ്വന്തമായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ളവര് ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി എത്ര ദിവസം ഒന്നും പറഞ്ഞ് കിടക്കും. ഹോസ്പിറ്റൽസ് പറയും എല്ലാം ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ചെയ്തു, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീടുകളിലേക്ക് മൂവ് ചെയ്യാം. ആൻഡ് ഇൻ ദാറ്റ് കേസ് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക, മൊബൈൽ തെറാപ്പി യൂണിറ്റുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലേക്ക് തന്നെ. അവിടുത്തെ ചില സജ്ജീകരണങ്ങളോടുകൂടി ഈ പറയുന്ന ചില എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അത്തരം പേഷ്യൻസിന്, ബെഡ് റിട്ടേൺ ആയിട്ടുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റുകളൊന്നും ഉണ്ട് ഹോസ്പിറ്റൽസിൽ. എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം വാട്ടർ ബെഡ്, പിന്നെ അവർക്ക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചില എന്താ പറയാ അറേഞ്ച്മെന്റുകൾ ചെയ്ത ഉപകരണങ്ങൾ, എക്യുപ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെ ഇത്തരം ആളുകളെ മാത്രം പ്രവേശിപ്പിച്ച് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ചിലപ്പോൾ ചില ഹോസ്പിറ്റൽസിനോട് ചേർന്ന് അതിന് കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുറത്തും വേണമെങ്കിൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ള യൂണിറ്റുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഈ ജെറിയാട്രിക്സ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ജെറിയാട്രിക്സ് എൽഡർലി പീപ്പിളിലുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഹോംസ് ആണ്. ഏത് ഹോം മൊബൈൽ തെറാപ്പീസ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ. ഇവിടെ നിന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൊക്കെ വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കൊണ്ടുവന്ന്, കാരണം നമ്മളുടെ വീടുകളിൽ അത്തരം എന്താ പറയാ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഇല്ല എങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ളവരെ ചികിത്സിക്കാനൊക്കെ ഉള്ള വേണ്ടിയിട്ടും അവരെ നോക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള അത്തരം ഉപകരണങ്ങൾ, എക്യുപ്മെന്റുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കിടത്തി കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ചില ആളുകൾക്ക് റിക്കവർ ചെയ്ത് പോരുന്നവരുണ്ടെങ്കിൽ ആ രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ ഒത്തിരി പ്രായമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു ശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെയൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പൊ അത്തരം യൂണിറ്റ് ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞതാണ്. ഏതിന്റെ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിനോട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റ്സും ഓൾസോ 6 കമ്മ്യൂണിറ്റി സർവീസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജെറിയാട്രിക്സ് എന്താണെന്ന് മനസ്സിലായോ? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആയോ? അതിനകത്ത് വരുന്ന ഇൽനെസ്സുകൾ മറക്കണ്ട പേരുകൾ: സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, സിങ്കോപ്പ് ആൻഡ് ബോൺ ഡിസീസസ്. ആൻഡ് ഓൾസോ ഇതിനോട് എന്താ പറയാ കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന 2 യൂണിറ്റുകളുടെ പേര് മറക്കണ്ട: ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്. അതൊക്കെ അങ്ങനെയുള്ളതാണ് പഠിക്കേണ്ടത് നിങ്ങൾ. അപ്പൊ ഈ 3 കാര്യം, മറ്റേതിൽ ഞാൻ 5 കാര്യം പറഞ്ഞു. ഏതില് തൊട്ട് മുന്നിൽ പറഞ്ഞ നമ്മളുടെ എൻഡോക്രൈനോളജിയിൽ 5 കാര്യങ്ങൾ പറയണം. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പെടുന്നു എന്ന് പറഞ്ഞു, ഏതിനോട് കണക്ട് ചെയ്തൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള മറ്റ് ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെ 3-4-5 കാര്യം പറഞ്ഞു. ഈ ജെറിയാട്രിക്സിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എൽഡർലി പീപ്പിളിന്റെ കെയറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി പറയുന്ന എന്തൊക്കെ എന്താ പറയാ ഡിസീസസ്
ഡിസീസസ് ആണ് ഇവിടെ ക്യൂർ ചെയ്യുന്നത്, എൽഡർലി പീപ്പിളുടെ സാധാരണഗതിയിലുള്ള ഡിസീസസ്. പിന്നെ ഇതിനോട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ. ഈ 3 കാര്യമാണ് ജെറിയാട്രിക്സിലുള്ള. കിട്ടിയോ? എന്നിട്ട് വേണം അടുത്തേക്ക് പോകാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാ. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തതിലേക്ക് നമുക്ക് പോകാം. ജനറൽ മെഡിസിൻ ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. ജനറൽ മെഡിസിൻ ആണ്. ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ മെഡിസിൻ, ഇന്റേണൽ മെഡിസിൻ എന്നും അതിന് പേരുണ്ട് കേട്ടെ. അതായത് ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ. അപ്പൊ നമ്മള് ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിന്റെ മറ്റൊരു പേര് താഴെ പറയുന്നതിൽ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തള്ളിക്കയറ്റി ഉള്ള എന്താ പറയുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഓർക്കണം, ഇന്റേണൽ മെഡിസിൻ ആൻഡ് ജനറൽ മെഡിസിൻ ബോത്ത് ആർ സെയിം, രണ്ടും തന്നെയാണ്. ഇതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിച്ച് ഈസ് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ അഡൽട്സ് ഡിസീസസ്. അതായത് അഡൽറ്റുകൾക്ക്, പ്രായം പൂർത്തിയായവർക്ക്, മറ്റേത് പ്രായം ചെന്നവർക്കാണ്, ഒരു 10-70 വയസ്സിന് അബവ് ഉള്ളവർക്ക്. എന്നാൽ ഇവിടെ പ്രായപൂർത്തിയായി 18 ഇയേഴ്സ് അബവ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ മെഡിസിൻ ആണ് ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയാ, ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP എന്ന് നമുക്ക് അതിനെ ഷോർട്ടായിട്ട് പറയാം. അത് എന്താ പറയാ, ജനറൽ പ്രാക്ടീഷണർ ആണ്. എന്ന് വെച്ചാൽ എന്താ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ആയിട്ടുള്ളത് ഏത് രോഗങ്ങൾക്ക്, ഇപ്പൊ പനിയാകാം, ചുമയാകാം, അപ്പൊ ഇങ്ങനെ കുറെ കോമൺ ആയിട്ടുള്ള കുറെ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഈ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ജനറൽ പ്രാക്ടീഷണർക്ക് പറ്റും. ആൻഡ് ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താ? ദേ ആർ നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ എനി പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഇവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചവരല്ല എന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ കാർഡിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? Those who the doctors who are concentrated on the study and the treatment of heart, അല്ലെ? ഹാർട്ട് പ്രോബ്ലംസിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു വിഭാഗമാണ്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ ഒരു ഹാർട്ടിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, പിന്നെ ഒഫ്താൽമോളജി, കണ്ണിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റ്, ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ GP എന്ന് പറയുന്നത് ഒരു ജനറൽ പ്രാക്ടീഷണറാണ്, കോമൺ ആണ്. പല അസുഖങ്ങളും ഇവിടെ നിന്നായിരിക്കും മറ്റ് ഡിപ്പാർട്ട്മെന്റ്, സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെ? ഇവിടെ വന്നിട്ടാ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലും ഒരു അസുഖമോ വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും ഇതെനിക്ക് ഇന്ന രോഗമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ടാണ് പോണേ. അല്ല, ഈ GP കൂടി കടന്നായിരിക്കും പോവുക. GP കൂടി GP മീൻസ് ജനറൽ പ്രാക്ടീഷണർ ആണ്. ഈ ഫിസിഷ്യന്റെ അടുത്ത് നമ്മൾ ആദ്യം പോകും. നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പറയും. അപ്പൊ അവര് ചിലപ്പോ ഇതെന്താണെന്നുള്ളത് അവര് നോക്കും. അവരുടേതായ രീതിയിൽ നമുക്ക് കുറച്ച് മരുന്നൊക്കെ തരും. നമ്മൾ അത് കഴിക്കുന്നു. അത് മാറുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും ചെന്നിട്ട് അത് ആ കാര്യം ഡോക്ടറെ അറിയിക്കണം. ഡോക്ടറെ, ഞാൻ ഇന്ന മരുന്ന് ആണ് ഡോക്ടർ തന്നത്, അത്രയും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ബട്ട് സ്റ്റിൽ ആ രോഗം നമുക്ക് മാറിയിട്ടില്ല എന്നുള്ള കാര്യം വി ഹാവ് ടു ഇൻഫോം ചെയ്യുന്നു. അപ്പൊ ഡോക്ടർ അതെയോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള മരുന്ന് ഞാൻ കൊടുത്തു, പക്ഷെ അത് മാറുന്നില്ലെങ്കിൽ സോ വി ക്യാൻ ഗോ ഫോർ എ ടെസ്റ്റ്, എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് പറയും. ചിലപ്പോൾ ബ്ലഡ് ആകും, എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണോ അതനുസരിച്ച് ബ്ലഡ് ആണോ യൂറിനാണോ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അവർക്ക് അതിൽ നിന്നും അസുഖങ്ങൾ വേറെ ഒന്നും എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ, അപ്പൊ വേറെ പ്രശ്നമൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ചില പനികളൊക്കെ മാറാതിരിക്കുന്നത് മറ്റേതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ പനി അങ്ങനെ മാറാതെ കിടക്കുന്നത്. അപ്പൊ അത് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അപ്പൊ എന്റെ ആ രീതിയിൽ ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന ഒരാളെ റെഫർ ചെയ്യാം, സജസ്റ്റ് ചെയ്യാം, യു ജസ്റ്റ് അവരെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കൂ എന്ന് അവർ പറയും. അപ്പൊ ഈ GP എന്ന് പറയുന്ന ആ ഒരു ഫിസിഷ്യനിലായിരിക്കും, അവിടെ നിന്നായിരിക്കും മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് മാറാത്ത അസുഖങ്ങൾക്കാണ് മിക്കവാറും നമ്മൾ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിക്കാം. ഓക്കെ, അപ്പൊ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് എ ഫിസിഷ്യൻ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ എനി പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത, സ്പെഷ്യലൈസ് ചെയ്യാത്ത ഡോക്ടേഴ്സിനെ, ഫിസിഷ്യൻസിനെയാണ് നമ്മൾ GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ എന്ന് വിളിക്കാം. മറക്കണ്ട, എന്താണ് ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. എന്താണെന്നല്ല, ഡാഷ് ഇട്ടിട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ നോട്ട് ഇൻ വൺ പർട്ടിക്കുലർ ഏരിയ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കണം അത്. പിന്നെ ഇവര് സാധാരണ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ സാധാരണ റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുക, നമ്മുടെ റുട്ടീൻ ഹെൽത്ത് കെയർ,
നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ പരിശോധിക്കുക, കെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻസ്, ഇഞ്ചക്ഷൻസോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. പിന്നെ പല തരത്തിലുള്ള ഡിഫറെന്റ് കണ്ടീഷൻസ് ഓഫ് അവർ ബോഡി, നമ്മുടെ രോഗത്തിന്റെ എന്താ പറയാ ശരീരം, അതുപോലെ തന്നെ ഹെൽത്ത്, ഇതൊക്കെ അവര് പഠിക്കുക, അസസ് ചെയ്യാം, വിലയിരുത്തുക. ഇതൊക്കെ ചെയ്ത് നമ്മുടെ രോഗത്തിനുള്ള മരുന്നുകൾ തരിക എന്നുള്ളതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യാം. ആൻഡ് ഇവര് പ്രധാനമായിട്ടും ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBBS വിത്ത് MD ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ സ്പെസിഫിക് ഒരു ബ്രാക്കറ്റിലും കൂടി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടറുടെ പേര് എഴുതി വെച്ചു, ഡോക്ടർ എക്സ് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ MBBS MD, പിന്നെ എന്തുണ്ടാവും കാർഡിയോളജിസ്റ്റ് എന്നും പറഞ്ഞുകൂടിയൊക്കെ ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലൈസ്ഡ് ഇൻ കാർഡിയോളജിയാണ്. അപ്പൊ കാർഡിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തത് കൂടിയാണ്. അതുകൊണ്ട് അത് ഒരു ജനറൽ പ്രാക്ടീഷണർ അല്ല എന്ന് മനസ്സിലാക്കുക. MBBS വിത്ത് MD എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോക്ടർ എക്സിന്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഫിസിഷ്യനാണ്, ജനറൽ പ്രാക്ടീഷണർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഓഫ് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഫീൽഡോ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ജനറൽ മെഡിസിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ജനറൽ മെഡിസിൻ ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് അഡൽറ്റ്, പ്രായപൂർത്തിയായവർക്കുള്ളതാണ്. GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഫിസിഷ്യൻ ആയിരിക്കും ഈ ഒരു ജനറൽ മെഡിസിനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ഓർ ഷീ ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. അവര് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിനിൽ കോൺസെൻട്രേറ്റ് ചെയ്തവരല്ല. പിന്നെന്താണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ? MBBS വിത്ത് MD ആണ്. പിന്നെ സാധാരണ ഇവർ ചെയ്യുന്നത് റൂട്ടീൻ ഹെൽത്ത് കെയർ നോക്കുന്നു, ഇമ്മ്യൂണൈസേഷൻസ് കൊടുക്കുന്നു, പിന്നെ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നു. അങ്ങനെ ഡിഫറെന്റ് കണ്ടീഷൻസ് ഓഫ് ഇൽനെസ് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. ഇതൊക്കെയാണ് അവർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ജനറൽ മെഡിസിൻ എന്താണെന്ന് മനസ്സിലായോ? നോക്കിയേ, ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞില്ല, വയസ്സായവർക്ക് വരുന്ന അസുഖത്തിലെ ഒരെണ്ണമായിരുന്നു ഗ്യാസ്ട്രോ എൻട്രോളജി. നമ്മൾ അവിടെ കേട്ടു. അപ്പൊ നമുക്കറിയാം ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, അബ്ഡോമിനൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. നമ്മുടെ സ്റ്റൊമക്ക്, വയറിനകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ആയിരിക്കും. അപ്പൊ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ കണ്ടീഷൻസ് ആർ ഡിസീസസ് which is related to our esophagus, stomach, small intestine, large intestine, അതിന്റെ മറ്റൊരു പേരാണ് colon, liver, pancreas, gall bladder, colon and rectum. ഇതിനൊക്കെ ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. വയറിനകത്തുള്ള സാധനങ്ങളുടെ പേരാണ് ഈ പറഞ്ഞ ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക്ക്, പിന്നെ വയറ് മൊത്തത്തില് സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, വൻകുടലും ചെറുകുടലും. ആ വൻകുടലിന് മറ്റൊരു പേരാണ് കോളൻ. പിന്നെ എന്താ ലിവർ, പാൻക്രിയാസ്. ഈ ലിവർ പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷന്റെ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിന് എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഈ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യും. പാൻക്രിയാസ് ഗ്രന്ഥികളാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ആ എൻസൈംസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ സഫീഷ്യന്റ് ക്വാണ്ടിറ്റി. അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പെടണം, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിവർ പാൻക്രിയാസ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞൊരു ഒരു സാക്കാണ്. നമ്മളുടെ ഈ പറയുന്ന ലിവറിന്റെ തൊട്ട് താഴെയുള്ള ഒരു അറ, ഒരു സാക്ക്, ഒരു സഞ്ചി പോലത്തെ ഒരു അറ. അതിനകത്തേക്കൊക്കെ പല സാധനങ്ങളും കളക്ട് ചെയ്യപ്പെടുന്നതായിരിക്കാം. അതുപോലെ തന്നെ എന്താ പറയാ ഈസോഫാഗസ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോങ് ട്യൂബ് ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് വായിലാണല്ലേ വെക്കണേ. ഫുഡ് തന്നിട്ട് അത് തൊണ്ടയിൽ കൂടി അല്ലെങ്കിൽ എവിടെ എത്തണം? സ്റ്റൊമക്കിലേക്ക് എത്തണം. വെറുതെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഓടിപ്പോയി വീഴുകയാണോ? അല്ല, ഒരു ലോങ് ട്യൂബ് ആണ് which passes our food particles from our throat to stomach. നമ്മുടെ തൊണ്ടയിൽ നിന്നും അല്ലെങ്കിൽ വായിലിട്ട് ചവയ്ക്കുന്ന ആ ഫുഡിന്റെ എന്താ പറയാ ആ ഒരു നമ്മൾ വയറ്റിലിട്ട് ചവയ്ക്കുമ്പോൾ തന്നെ ഒരു അതിന്റെ കൺസിസ്റ്റൻസി മാറുമല്ലോ. അത് മാറി ഒരു ലിക്വിഡ് ആകില്ല, പൂർണ്ണമായിട്ട് വെള്ളമാകില്ല, അതൊരു കുഴമ്പ് രൂപത്തിലൂടെ ഇങ്ങനെ കടന്നു പോകും. അതിനുവേണ്ടി ഒരു പാസേജ് വേണമല്ലോ, ഒരു കുഴൽ പോലത്തെ സാധനം. അതെ, അതിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് വിളിക്കുക. അത് സ്റ്റൊമക്ക് വരെ നീളം ഉണ്ട് അവിടേക്ക് എത്താനായിട്ട്. അന്നനാളം, യെസ്, അങ്ങനെ തന്നെ പറയാം. മലയാളത്തിൽ അതാണ് പറയാം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അസുഖങ്ങൾ ബാധിക്കും പല രീതിയിലും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ മൊത്തം ഭാഗങ്ങൾ. ഓക്കെ, പിന്നെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡൈജഷന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വി ആർ ഹാവിംഗ് സം ഇൽനെസ് എന്ന് എങ്ങനെ മനസ്സിലാക്കും?
നമുക്ക് വയറുവേദനയൊക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും വരിക, എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും അസ്വസ്ഥതകൾ തോന്നുക, കഴിക്കാൻ പറ്റാതിരിക്കുക, നമ്മുടെ ഇറങ്ങി പോകാതിരിക്കുക, ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുക. സോ അങ്ങനെ വരുമ്പോ നമുക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻഡോസ്കോപ്പിയിലൂടെയാണ്, അല്ലെ? അത് അറിയണമല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വയറിനകത്ത്, എവിടെയാ പ്രശ്നം എന്ന്. അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ആൻഡ് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത് സ്പെഷ്യൽ നഴ്സിംഗ് വിഭാഗമാണ്. അതായത് ഏതെങ്കിലും നഴ്സുകൾക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ പറയുന്ന കാര്യം എൻഡോസ്കോപ്പിയിലൂടെ കണ്ടെത്തി എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് ഒരുപാട് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കും ഈ ഒരു വിഭാഗത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുക. ഓക്കെ, പോസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം എന്താ പറയാ, നഴ്സ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും നഴ്സിംഗ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവരാണ്. പക്ഷെ ഈ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ സ്പെഷ്യൽ നഴ്സസ് വിൽ ബി പോസ്റ്റഡ് ബിക്കോസ് ദേ ഹാവ് ടു മേക്ക് മെനി കൈൻഡ് ഓഫ് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ്. അവർക്ക് ഈ വൈറസ് സംബന്ധമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ എൻഡോസ്കോപ്പിയിലൂടെ നടത്തി കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് അതിന്റെ ഒരു കാര്യകാരണ സഹിതം ആർക്ക്, നമ്മുടെ ഡോക്ടേഴ്സിന്, എന്താ പറയാ, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന് കൈമാറും വരും. അപ്പൊ അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച നഴ്സസ് ഉണ്ടായിരിക്കും. അവരെ ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യാൻ. അവര് എന്താ പറയാ, കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു. എൻഡോസ്കോപ്പി ഒക്കെ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് നടത്തും. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയവരായിരിക്കും അവര്. അതുകൊണ്ടാണ് സ്പെഷ്യൽ നഴ്സസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെയായിരിക്കും പോസ്റ്റ് ചെയ്യുക. അപ്പൊ ദേ ക്യാൻ ഹെൽപ്പ് ദ ഡോക്ടേഴ്സ്. ഈ ഡോക്ടേഴ്സിനെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം. ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് പ്രൊസീജിയേഴ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും എന്താണ് കാരണം എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെയുള്ള നഴ്സസിനെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ എന്താണ് ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത്? നമ്മുടെ അബ്ഡോമിനൽ മെഡിസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ പറയുന്ന ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെന്താ പറയുക, നമ്മുടെ ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, ടെസ്റ്റിസ് ആൻഡ് ഓവറീസ്, ഇതിലൊക്കെ വരുന്ന കോളൻ ആൻഡ് റെക്ടം, ഇതിലൊക്കെ വരുന്ന അസുഖങ്ങൾക്കാണ് നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്താണ് ഗ്യാസ്ട്രോഎൻട്രോളജിയിലാണ് ഒരു ടെസ്റ്റിംഗ് രീതി, എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റിംഗ് രീതി ഉള്ളത്. ആൻഡ് ഇതില് സ്പെഷ്യൽ നഴ്സസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ടു ക്യാരി ഓൺ ദ ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ്. അവർക്ക് പഠനങ്ങളൊക്കെ നടത്തി ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി പലതും കണ്ടുപിടിക്കേണ്ടതുണ്ടാകും. അതുകൊണ്ട് ക്ലിയർ ആണോ? ഗ്യാസ്ട്രോഎൻട്രോളജി ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പറയും വേഗം. യെസ് ഓർ നോ? യെസ്, ഓക്കെ. ആൻഡ് ഒന്നുകൂടി പറയാൻ പറ്റും, കുറച്ച് നോട്ട് ചെയ്താൽ കേട്ടോ. ഹെപ്പറ്റോളജി അത് ചെറുതാക്കി എഴുതിപ്പോയി, അത് പ്രിന്റിങ്ങിന്റെ ഒരു ഇതാണ് കേട്ടോ. ചെറിയൊരു ഭാഗമാണ് ഹെപ്പറ്റോളജി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു അവർ ലിവർ, ഡിസോർഡേഴ്സ് ഓഫ് ലിവർ, അല്ലെ? ലിവർ സംബന്ധമായത്, കരൾ സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഏതാ? ഹെപ്പറ്റോളജി, ലിവർ എന്ന് ഓർത്തേക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ലിവർ, കരൾ, ഇതിനകത്ത് ഇനി വേറെ അതിനകത്ത് കൂടി പെടാൻ പറ്റിയ വേറെ അതിന് സംബന്ധിക്കുന്ന അവയവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ലിവർ. മറ്റേ സ്റ്റൊമക് പറയുമ്പോൾ അതിനകത്ത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, കോളൻ ഉണ്ട്, റെക്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതല്ലാതെ ഇതിനകത്ത് കരളാണ്. അതിനകത്ത് മാത്രം കരളിനെ സംബന്ധിക്കുന്ന പല രോഗങ്ങളൊന്നും ഉണ്ട് ആൾക്കാർക്ക്, അല്ലെ? ഒത്തിരി അസുഖങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഡിസോർഡേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. അത്രയും മാത്രമുള്ള ഒരൊറ്റ അതെ ജോണ്ടിസല്ല. അത്തരം മഞ്ഞപ്പിത്തമൊക്കെ കരളിൽ ബാധിക്കുമല്ലോ. ഫാറ്റി ലിവർ ഉണ്ട്. പിന്നെ എന്തുട്ടാ വേറെ കരളിൽ സംബന്ധിക്കുന്ന അതന്നെ ലിവറോസിസ് ഉണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് നോക്കാം. എൻഡോക്രൈനോളജി, ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ ആൻഡ് ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി കേട്ടാ. 5 എണ്ണമാണ് പറഞ്ഞത്. വേഗം ഒന്ന് നോട്ട് ചെയ്താം, എന്നിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാം. എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഹെഡിങ് എഴുതാം. എൻഡോക്രൈനോളജി. അതിന് മുന്നത്തെ ഈ ഇതൊക്കെ നമ്മൾ എഴുതിയതാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് എന്നോട്.
നോട്ട്സ് എഴുതിയതാ. എൻഡോക്രൈനോളജി എഴുതിയിട്ട് അതിനകത്ത് കുറച്ച് ഏതൊക്കെയോ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഫസ്റ്റ് വൺ പൈനിയൽ എഴുതാം. തൈറോയിഡ് പാരാതൈറോയിഡ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. തൈറോയിഡ് പാരാതൈറോയിഡ്, തൈറോയിഡിന്റെ ആ ഗ്രന്ഥിയുടെ തൊട്ടപ്പുറത്തുള്ള അപ്പുറത്തും രണ്ട് ഓവൽ ഷേപ്പിലുള്ള വേറെ രണ്ട് അതുപോലെ തന്നെ ഉണ്ട്. അത് ആണ് പാരാതൈറോയിഡ്, ഒന്നും ആവശ്യമില്ല. പൈനിയൽ എഴുതിക്കോ, പൈനിയൽ ഗ്ലാൻസ്. ഓക്കെ ഷാമി. ഓക്കെ, പൈനിയൽ എഴുതാം. ഒരു ഹൈഫനറ്റ് എഴുതാം. The gland which controls the day-to-day activities. The gland which controls day-to-day activities. Full stop. It is the smallest gland. ഏറ്റവും ചെറിയ ഗ്ലാൻഡ് ആണ്. It is the smallest gland. Full stop. It is also called, ഇതിനൊരു പേര് കൂടി ഉണ്ട്. അത് ഞാൻ അന്നേരം പറയാൻ മറന്നുപോയി. ഇതിന് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. കാരണം ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമയം ആണല്ലോ അല്ലെ. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ അത് സമയാധിഷ്ഠിതമായിട്ട് ചെയ്യുകയാണല്ലോ ഓരോ ആക്ടിവിറ്റീസ്. അതുകൊണ്ടാണ് അതിന്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് കൂടി പറയുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബയോളജിക്കൽ ക്ലോക്ക്. It's also called biological clock. അപ്പൊ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു. അത് സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ്. അതിനെ എന്താ പറയാ ബയോളജിക്കൽ ക്ലോക്ക് എന്നും അതിന് പേരുണ്ട്. അത്ര ചെയ്തേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൈപ്പോതലാമസ് എഴുതാം. ഹൈപ്പോതലാമസ് ഒരു ഹൈഫൻ ഇടാം. A part of brain which controls temperature നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ്, temperature, water level, hunger, hunger. നെക്സ്റ്റ് വൺ അടുത്തത് ഇതാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹങ്കർ മീൻസ് എന്താ? വിശപ്പ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് എഴുതാ. ഒരു ഹൈഫൻ ഇട്ടിട്ട് വീണ്ടും എഴുതാ പീയൂഷ് ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പീയൂഷ് ഗ്ലാൻഡ് എന്നും പേരുണ്ട്. പീയൂഷ് ഗ്ലാൻഡ്. വീണ്ടും ഒരു ഹൈഫൻ ചെയ്ത മാസ്റ്റർ ഗ്ലാൻഡ്. പീയൂഷ് ഗ്ലാൻഡ്, മാസ്റ്റർ ഗ്ലാൻഡ്. എന്താ പീയൂഷ? PIYUSH പീയൂഷ് ഗ്ലാൻഡ്, മാസ്റ്റർ ഗ്ലാൻഡ്. ഓക്കെ, പിന്നെ ഓക്കെ, ഇനി ഇവിടെ ഒന്നും നമുക്ക് എഴുതാനുള്ളതൊന്നുമില്ല. ഒക്കെ ഇങ്ങനെ തന്നെ വായിച്ചു പിടിച്ചാൽ മതി. വേറെ ഒന്നും ഇതിനകത്ത് എഴുതാനും പഠിക്കാനൊന്നുമില്ല കേട്ടാ. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് ഇതാ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിങ് ചെയ്താ. ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സിനകത്ത് താഴെ ഇതാ ഫസ്റ്റ് വൺ ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് എഴുതിക്കോ. ജെറിയാട്രിക്സില് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. ഇതിന് മുമ്പിൽ സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി ഒന്നും ആവശ്യമില്ല. ഗ്യാസ്ട്രോഎൻട്രോളജി തൊട്ട് താഴെ വലിയ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ തന്നെ പഠിക്കണ്ടല്ലോ, അപ്പൊ പിന്നെ വേണ്ട.
ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് എഴുതാം, ഒരു ഹൈഫൻ ഇട്ടിട്ട്. അതെ, മൊബിലിറ്റി ഫങ്ഷൻസ് സച്ച് ആസ്, മൊബിലിറ്റി ഫങ്ഷൻസ് ചലന ഫങ്ഷൻസ് കേട്ടാ, പ്രവർത്തനങ്ങൾ സച്ച് ആസ് സിറ്റ്, സ്റ്റാൻഡ്, ജയന്റ്. സിറ്റ്, സ്റ്റാൻഡ്, ജയന്റ്, അത് നടക്കാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, അത് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് ആണ്. മൊബിലിറ്റി ഫങ്ഷൻ സച്ച് ആസ് സിറ്റ്, സ്റ്റാൻഡ്, ജയന്റ്, GAIT. ഓക്കെ, നെക്സ്റ്റ് വൺ സിങ്കോപ്പ്. സിങ്കോപ്പ് ഏതാ? SYNCOPE, സിങ്കോപ്പ്. എഴുതാ ടു ലോ, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ ടു, TOO, ടു ലോ, LOW, ടു ലോ ബ്ലഡ് പ്രഷർ, ടു ലോ ബ്ലഡ് പ്രഷർ which causes due to inadequate pumping of oxygen to brain. Inadequate pumping of oxygen to brain. ഭയങ്കരമായിട്ട് ലോ ആയിട്ട് BP ആയി പോകുക, കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് എന്താ പറയാ ഓക്സിജൻ പമ്പ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു തരം തലചുറ്റൽ, കോൾഡ് സിങ്കോപ്പ്. ഓക്കെ, ഒന്ന് ഏത് പറയണം, ഒന്നുകൂടി പറയണോ? ടു ലോ ബ്ലഡ് പ്രഷർ, ടു ലോ ബ്ലഡ് പ്രഷർ caused due to inadequate pumping, inadequate ഒറ്റ വാക്കാണ്, INADEQUATE, inadequate pumping of oxygen to brain. It may cause inadequate pumping of oxygen to brain. ഒരു സെന്റൻസ് കൂടെ എഴുതിക്കോ അതിലൂടെ. It may cause fainting, FAINTING, fainting. അതാണ് സിങ്കോപ്പ് എന്ന് പറഞ്ഞ അവസ്ഥ. തലചുറ്റാൻ അനുഭവപ്പെടും, തലചുറ്റാൻ. അത്രേ ഉള്ളൂ, തലചുറ്റാൻ. സോ നെക്സ്റ്റ് വൺ, അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ഗ്യാസ്ട്രോ എൻട്രോളജി ആണ്. ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോ എൻട്രോളജിയില് ആദ്യം എഴുതേണ്ട വേർഡ് ഈസോഫാഗസ്. ഓ ഉണ്ട് കേട്ടാ, ഈസോഫാഗസിന്റെ ആ വേർഡിന്റെ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദി ലെറ്റർ O ആണ്. O സൈലന്റ് ആണെന്ന് മാത്രം. OESOPHAGUS, ഈസോഫാഗസ്. ഗ്യാസ്ട്രോ എൻട്രോളജിയില് ഈസോഫാഗസ് ആദ്യം എഴുതുക, ഹൈഫൻ ഇടുക. A long tube that carries food from throat to stomach. ത്രോട്ടിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ഫുഡ് ക്യാരി ചെയ്യുന്ന ഒരു ലോങ് ട്യൂബ് ആണ് ഈസോഫാഗസ്. നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാ? ലിവർ പാൻക്രിയാസ്. അതേതാ? ലിവർ പാൻക്രിയാസ്. ഹൈഫനേറ്റഡ് ഏതാ? പ്രൊഡ്യൂസ് digestive enzyme which breaks down. ഈ എൻസൈം എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് അധികമുള്ള ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനൊക്കെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
ഒക്കെ വിഘടിപ്പിച്ച് ശരീരത്തിന് ആവശ്യമുള്ളത് എടുക്കുക, ബാക്കിയുള്ളത് പുറന്തള്ളുക. അതാണ് അതിന് വേണ്ടിയിട്ടാണ്. പ്രൊഡ്യൂസ് digestive enzymes to break down fats, carbohydrates, proteins, etc. To break down. Digestive enzyme, ENZYMES, enzymes. ENZ ആണ് ട്ടോ, Z ആണ്. ENZYMES, enzymes to break down fat, carbohydrates, protein, etc. അടുത്തെന്താ? ഗാൾ ബ്ലാഡർ ആയിരിക്കാം. ഗാൾ ബ്ലാഡർ. sac situated അല്ലെങ്കിൽ located under liver. sac, SAC എന്നാണ് ട്ടോ. sac located under liver. ലിവറിന്റെ താഴെയായിട്ട് കാണുന്ന ഒരു സാക്ക് ആണ്, ഒരു അറ. sac located under liver. That's called gallbladder. റെക്ടം എഴുതിയിട്ടില്ല. റെക്ടം, RECTUM. അതായത് വൻകുടല് ചെറുകുടലൊക്കെ ഉണ്ടല്ലോ. ഈ വൻകുടലിന്റെ മറ്റൊരു പേരാണ് കോളൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. അതിന്റെ ആ ലാർജ് ഇൻഡസ്റ്റൈന്റെ എൻഡ് പാർട്ട്, അറ്റഭാഗം, അതിനെയാണ് നമ്മൾ റെക്ടം എന്ന് വിളിക്കുക കേട്ടോ. റെക്ടം ഒന്ന് എഴുതി വെച്ചേക്കാം. റെക്ടം, RECTUM, എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് എഴുതിയാൽ മതി. എൻഡ് പാർട്ട്, അറ്റത്തെ ഭാഗം. ഒരറ്റം ഉണ്ടാകുമല്ലോ അതിന്, അത് ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് ഭയങ്കര വലിയൊരു കുടലാണ് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ, വൻകുടൽ. അപ്പൊ അതിന്റെ അറ്റത്തുള്ള ആ ഭാഗത്തെയാണ് നമ്മൾ റെക്ടം എന്ന് വിളിക്കുക. എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നോട്ടുകളൊക്കെ. കോളനാണ് നമ്മുടെ ഇത് ലാർജ് ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈൻ തന്നെയാണ് കോളൻ, വൻകുടൽ, മറ്റൊരു പേരാണ് അതിന്. അശ്വതി അല്ലേ ചോദിച്ചാൽ? അശ്വതി പോയോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ നോക്കിയാൽ നമ്മൾ ഇന്ന് പഠിച്ചത് എൻഡോക്രൈനോളജി തുടങ്ങിയാണ്. എൻഡോക്രൈനോളജി, ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജിയിൽ വേറെ ഒന്നുമില്ല, അത്ര ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇന്ന് എടുത്തത് മുഴുവൻ മനസ്സിലായോ? അടുത്തത് ഞാൻ എടുക്കണോ വേണ്ടയോ? ഓൺലി ലാസ്റ്റ് 3 minutes ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാൻ സമയം തരണോ? വാട്ട് ഇറ്റ് ഈസ് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യും. ഇതുവരെ ക്ലിയർ ആണ്? നെക്സ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കണോ വേണ്ടയോ? നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എടുക്കും. വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കും. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 5 ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മളൊന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ കൂടുതലായി പോകുമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ കുറെ ആയിപ്പോയി, മിസ് ആയിരുന്നു, എനിക്ക് നമുക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് എടുക്കും. ഗൈനക്കോളജി ഇല്ല, എടുക്കണം എന്നാണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതി. ഓക്കെ. അപ്പൊ കുറച്ച് ചിലർക്ക് ചിലപ്പേ അത് കൂടുതലായി പോയെന്നൊക്കെ തോന്നിയാലോ, അതുകൊണ്ടാണേ. ഓക്കെ, നമ്മൾ ഇത്ര പേരെ എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ അത് എടുക്കാം. അപ്പൊ ഇതുവരെയുള്ളത് മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ ഇതുവരെയുള്ളത്? ഇപ്പൊ എത്ര ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു ഒന്ന് പറയാമോ? എത്ര ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളിപ്പോ പഠിച്ചു? ഓക്കെ, അനസ്തേഷ്യോളജി പിന്നെ ഇന്ന് പഠിച്ചത് അല്ല, ഇന്ന് പഠിച്ചതല്ല ഞാൻ ചോദിച്ചേ. ഇപ്പൊ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞാൽ തന്നെ നിങ്ങൾ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, പറയും. കാർഡിയോളജി. ഓർഡർ അനുസരിച്ച് പറയാൻ പറ്റുമോ പഠിച്ചത്? ഏറ്റവും ആദ്യം പഠിച്ചത് കാർഡിയോളജി ആണോ? അല്ലല്ലോ, കാഷ്വാലിറ്റി അല്ലെ? OPDക്ക് അകത്ത്, OPD എന്ന് പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ ആണ് OPD. OPDയിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഞാൻ ചോദിച്ചത്. ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചത് നമ്മൾ കാഷ്വാലിറ്റി പഠിച്ചു, കാർഡിയോളജി പഠിച്ചു, കാർഡിയോളജി, ക്രിറ്റിക്കൽ കെയർ,
അനസ്തേഷ്യോളജി. അനസ്തേഷ്യോളജി കഴിഞ്ഞിട്ടല്ലേ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പഠിച്ചേ? അല്ലേ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. പിന്നെ ഏതാ? ഡെർമറ്റോളജി, ഡെർമറ്റോളജി, ഇയർ നോസ് ത്രോട്ട്, ഇയർ ആൻഡ് നോസ്, എൻഡോക്രൈനോളജി, എൻഡോക്രൈനോളജി, ആ ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോഎൻട്രോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, പിന്നെ ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി. എത്രണ്ണായി? ഹെപ്പറ്റോളജി. എത്രണ്ണായി അപ്പൊ? അയ്യോ. എത്രണ്ണമായി? 7-8 7എണ്ണോ? 11. യെസ്, 11 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുണ്ട് കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഇട്ടാ. അപ്പൊ 11 കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ അന്നാന്ന് ഞങ്ങൾ പഠിച്ചു പോകുക, എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വെക്കരുത് നിങ്ങള്. അപ്പൊ അടുത്ത ദിവസമൊക്കെ ഞാനിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് ചോദിക്കും. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ചാപ്റ്റർ വരുമ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തരും. എനിക്ക് ഉത്തരം ഞാൻ തരില്ല. ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടി വരും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇനി അവിടെ പോയി നിന്നിട്ട് വേറെ ഇനി അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാണ്ടാത്ത രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. ഇത്രയൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി കുറച്ചൊക്കെ വായിച്ചു നോക്കിയിട്ട്, അല്ലാണ്ട് ആ ഒരു ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രം വായിക്കുക